ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ചൂടുകാലമായി ഒരു രക്ഷയില്ല. നമുക്ക് വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ കാര്യം കുറച്ച് പറയണം. അതായത് നമ്മുടെ വാഹനം നോക്കുന്ന പോലെ അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ പോകുന്ന പോലെ നല്ല രീതിക്ക് കൂളായിട്ട് നമ്മുടെ വീട്ടിനകത്തൊക്കെ ഇരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എ സി തന്നെ വേണം. ഞാൻ ഇതിനെക്കുറിച്ച്, അതായത് ഒരു പോർട്ടബിൾ എ സിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നൊരു വീഡിയോ ആയിരുന്നു. ഏകദേശം ഒരു 4 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പിൻ ചെയ്തിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഒരുപാട് പേര് കമൻസ് അയച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി കണ്ടൊരു കമൻറ്റാണ് ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ മനസ്സിൽ ഈ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത് ചോദിച്ചിരിക്കുന്നത് കിഴക്കേ വാര്യം രവീന്ദ്രനാഥാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ദ ഡിസഡ്വാൻറ്റേജ് ഓർ സോ ടു സേ ദ ഡ്രോബാക്ക് ഇൻ ദിസ് ആസ് ഐ സി ഇൻ ദ സെയിം കൂൾഡ് എയർ ഫ്രം ദ റൂം ഈസ് യൂസ്ഡ് ടു കൂൾ ദ കംപ്രസ്ഡ് ഗ്യാസ് in a split unit design. Atmospheric air is used to cool the compressed gas. The efficiency of a portable unit will naturally be inferior to a conventional split AC, but then some compromise for the flexibility is unavoidable. 100%. ഞാനൊരു കാര്യം പറയാം. ഈ പോർട്ടബിൾ എ സി സാധാരണ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സി, ഈ സാധാരണ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന പോലെ ഒരു റൂമിൽ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് അടുത്തൊരു റൂമിലോട്ട് കൊണ്ട് വെക്കാൻ സാധിക്കത്തില്ല. ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു വിൻഡോ ടൈപ്പ് എ സി ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോർട്ടബിൾ എ സി, അതായത് പോർട്ടബിൾ കൂളറോ കാര്യങ്ങളോ അല്ല, പോർട്ടബിൾ എ സി തന്നെ, പോർട്ടബിൾ എയർ കണ്ടീഷൻ തന്നെയാണ്. അതായത് നമ്മുടെ സ്പ്ലിറ്റ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ, അതായത് ആ യൂണിറ്റ് കംപ്ലീറ്റ്, അതായത് കണ്ടൻസർ, കംപ്രസർ, ഇവാപ്പറേറ്റർ കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു യൂണിറ്റിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് ഇറക്കുന്ന ഒരു മോഡലാണ് ഞാൻ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു മോഡലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഞാൻ പറയുന്നതല്ല. പക്ഷേ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയൊരു കാര്യം. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയാനാണെങ്കിൽ കറണ്ട് ബില്ല് കുറച്ച് കൂടുതലായിരിക്കും വരുന്നത്. സാധാരണ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയുടെ കുറച്ച് കൂടുതൽ കറണ്ട് ബില്ല് വരും. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, അതായത് എനിക്കിപ്പോൾ തോന്നുകയാണ് ആ മുറി വേണ്ട ഈ മുറിയിൽ വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതായത് എനിക്ക് അവിടെ എ സി വേണ്ട ഇവിടെ എ സി വേണമെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം, ഇവിടെ വേണ്ട അങ്ങോട്ട് വേണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഒരാളുടെയും സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഉരുട്ടിക്കൊണ്ട് നടന്ന് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു എ സി, എയർ കണ്ടീഷൻ. അങ്ങനെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും നല്ലതാണ്, നിങ്ങൾക്കത് മേടിക്കാൻ സാധിക്കും. പക്ഷേ കറണ്ട് ബില്ലിൻ്റെ കാര്യം, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്, അതായത് ഈ റൂമിനകത്തുള്ള കോൾഡ് എയർ യൂസ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ കണ്ടൻസർ തണുപ്പിക്കാൻ വേണ്ടി അത് എടുക്കുന്നത്. അതായത് ആ ഹീറ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു എമൗണ്ടായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ഓക്കെ പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് പറയുക ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം.